ദശാബ്ദങ്ങളായി മലയാള സിനിമാ പ്രേമികളുടെ പ്രധാന ചർച്ചകളിൽ ഒന്നാണ് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മികച്ച നടൻ എന്നത്. രണ്ടുപേരും മലയാള സിനിമയുടെ അഭിമാനമായ നടന്മാരാണെങ്കിലും പുതിയ കാലത്തും ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഇരുവർക്കൊപ്പം ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള എം.ആർ. ഗോപകുമാർ രണ്ടുപേരുടെയും അഭിനയ സംഗീതത്തെക്കുറിച്ചുള്ള പ്രധാന വ്യത്യാസത്തെക്കുറിച്ച് പറയുകയാണ്. ഭാർഗവി തനിക്ക് പകർന്ന അഭിനയപാഠം പ്രാവർത്തികമാക്കിയ നടനാണ് മോഹൻലാൽ എന്ന് ഗോപകുമാർ പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗോപകുമാറിന്റെ പ്രതികരണം ഇങ്ങനെ: "എന്നെ അതിശയപ്പെടുത്തിയ ഒരു നടൻ ഭരത് ഗോപിയാണ്. അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ ഒരു അനായാസതയുണ്ട്. അതിൽ മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കഥാപാത്രമായി കഴിഞ്ഞാൽ അതിൽ തന്നെ പിടിച്ചു പഠിക്കണം. നമുക്ക് ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറാൻ പാടില്ല എന്നായിരുന്നു. നാടകത്തിൽ നിന്ന് പഠിക്കുന്ന രീതിയാണിത്. കഥാപാത്രമായാൽ അധികം ആരോടും തമാശ പറയാൻ പാടില്ല, വർത്തമാനം പറയരുത് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതല്ല ശരിയെന്ന് എന്നോട് ആദ്യമായി പറഞ്ഞത് ഭരത് ഗോപിയാണ്. പ്രത്യേകിച്ചും സിനിമയിൽ ആക്ഷനും കട്ടിനും ഇടയിൽ അഭിനയം തീർക്കണം. അവരാണ് നടന്മാർ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോഹൻലാൽ" എന്ന് ഗോപകുമാർ പറയുന്നു. ഷോട്ടിന് തൊട്ടുമുമ്പ് വരെ പുള്ളി അടിച്ചുപൊളി തമാശയും പറഞ്ഞ് ചിരിച്ച് ബഹളം വെച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ടേക്ക് എന്ന് പറയുമ്പോൾ പുള്ളി ആള് മാറും. ആ ക്യാരക്ടറാവും. അതാണ് വേണ്ടത് എന്ന് ഗോപകുമാർ പറഞ്ഞു. ക്യാരക്ടറായി ദൂരെ മാറിയിരുന്ന കഥാപാത്രമായി ജീവിക്കുന്ന നടന്മാരെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എത്രയോ പേരെ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. മമ്മൂട്ടിയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ മമ്മൂട്ടി നേരത്തെ താൻ പറഞ്ഞ രീതിയിലുള്ള കുറച്ചുകൂടി ഇൻട്രോവേർട്ടഡ് ആയ നടനാണെന്നും ഗോപകുമാർ പറഞ്ഞു. പക്ഷേ രണ്ടുപേരും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. യാതൊരു സംശയവുമില്ല, ഗോപകുമാർ പറഞ്ഞവസാനിപ്പിക്കുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം 4 സിനിമകൾ വീതം ചെയ്തിട്ടുള്ള ഗോപകുമാർ മമ്മൂട്ടിക്കൊപ്പം ചെയ്തതിൽ ബിരുദേയനും മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചതിൽ പുലിമുരുകനുമാണ് ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങൾ.